ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു നിമിഷം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. ആരും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ജീവിതകാലം മുഴുവൻ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം ജീവിതകാലം മുഴുവനായിട്ട് അങ്ങനെ പോകേണ്ടുന്ന ഒരു റിലേഷൻഷിപ്പാണോ, ഇടയ്ക്കിത് കട്ടായി പോകുമോ എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ എന്നേക്കുമായിട്ട് ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളോട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് കാർഡ് ടവർ കാർഡാണ് വന്നിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് കാർഡ് 2 of Wands ആണ്. 2 of Wands, Knight of Cups. പിന്നീട് നമുക്ക് വരുന്ന കാർഡ് 5 of Swords ആണ്. ഓക്കെ, ദെൻ ദ മജീഷ്യൻ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. Knight of Wands. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ കൂടെ ലൈഫ് ലോങ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യമാണ്. ഇവിടെ 9 of Pentacles നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ 8 of Swords ആണ് സെക്കൻഡ് കാർഡ് വന്നിട്ടുള്ളത്. ദ മൂൺ കാർഡ്. ഓക്കെ, മൂൺ കാർഡ്, ദ എംപ്രസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ലാസ്റ്റ് കാർഡ് നമുക്ക് നോക്കാം. പേജ് ഓഫ് സോർഡ്സ് ആണ് നമുക്ക് ലാസ്റ്റ് കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഇനി മാസ്റ്റർ കാർഡും കൂടി ഒന്ന് നോക്കാം. മാസ്റ്റർ കാർഡ് നമുക്ക് 7 of Pentacles ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആണെന്നും ഒത്തിരി ചലഞ്ചസ് കടന്നു വരാനായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞു എന്നും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. നമുക്കിനി കാർഡുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാസ്റ്റ് അതുപോലെ പ്രസന്റ് എനർജി നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്ന ഒരു ടവർ കാർഡാണ്. ഈ ഒരു ടവർ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ബന്ധത്തിൽ വലിയൊരു തകർച്ച, ഒരു വഴക്ക് അല്ലെങ്കിൽ ഹേർട്ട് ഉണ്ടായിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ ഇനി ഉണ്ടാകാനായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അപ്പോൾ ചില വേദനകളായിട്ടുള്ള ആ ഒരു അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള ഇപ്പോൾ ഓൾറെഡി ബ്രേക്കപ്പിലൊക്കെ ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴക്കും കാര്യങ്ങളും ഹേർട്ടും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദനകൾ, അതിന്റെ ഓർമ്മകൾ ഇപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു പരിണിത ഫലമായിട്ട് നിങ്ങളുടെ ലൈഫിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമുക്കിവിടെ വരുന്നത് ഒരു 5 of Swordsന്റെ ഒരു കാർഡ് നമുക്ക് വരുന്നുണ്ട്. ഇത് ആ ഒരു മെമ്മറീസ് ആണ്. നിങ്ങൾക്ക് ആ ഒരു ബ്രേക്കപ്പിൽ നിന്നുണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് പറഞ്ഞു പോയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു വ്യക്തിയോട് പറഞ്ഞു പോയിട്ടുള്ള വേദനകളൊക്കെ നിങ്ങൾക്ക് മറന്നു കളയാനായിട്ട് പറ്റുന്നില്ല. അതിപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ കൊണ്ടുപോകുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു റീയൂണിയനിലേക്ക് വന്നിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ പഴയ ഒരു വേദനകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും ക്യാരി ചെയ്യുന്നു, നിങ്ങളത് ഹേർട്ട് ചെയ്യുന്നു. ഇനിയിപ്പോൾ സെപ്പറേഷനിലാണെങ്കിലും ആ ഒരു വേദനകൾ ഇപ്പോഴും മറന്നു കളയാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് 8 of Swordsന്റെ ഒരു കാർഡ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ മൂൺ കാർഡ്, അതിന്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന കാർഡാണ് മൂൺ കാർഡ്. ഈ രണ്ട് കാർഡുകൾ ഇപ്പോൾ വളരെയധികം ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഒക്കെ കൂടുതലായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആ കാര്യങ്ങളൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരിക്കാം നിങ്ങൾ പോകുന്നത്. എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു പിടുത്തമില്ലാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയിലൂടെയൊക്കെ ആയിരിക്കാം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് എനർജിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പാസ്റ്റിൽ അപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്ന് അതൊരു ബ്രേക്കപ്പിലേക്ക് പോയി അതിന്റെ ഓർമ്മകളിൽ നിങ്ങൾ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതും, പ്രസന്റിൽ ഇപ്പോൾ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ്, ഒത്തിരി പേടിയുണ്ട്. ഇപ്പോൾ ഒരാളെ നമ്മൾ സ്നേഹിച്ചു, ആ ഒരു വ്യക്തിയിൽ നിന്ന് വളരെയധികം ഹേർട്ട് അനുഭവിക്കേണ്ടതായിട്ട് വന്നു കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ലൈഫിൽ അങ്ങോട്ടേക്ക് നമുക്ക് എല്ലാവരെയും അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേടി അവിടെ ഉണ്ടാകും.
ഇവരും അത്തരത്തിലുള്ള ഒരു പേഴ്സൺ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഈ ഒരു സെയിം വിഷമത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ എല്ലാവരുടെയും അടുത്ത് ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്തിട്ടാണ് പിന്നീട് അങ്ങോട്ട് പോവുക. അതെപ്പോഴും നമ്മുടെ മനസ്സിലൊരു പേടിയായിട്ട് അങ്ങനെ കിടക്കും. അപ്പൊ അതിനെ തുടർന്നുള്ള ഓവർ തിങ്കിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇപ്പോൾ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നും ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാനോ ചെയ്യാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് ഇത് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴെ ദ എംപ്രസ് കാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡുകൾ അവര് നിങ്ങളെ സത്യത്തിൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ട് വന്നിട്ടുള്ള രണ്ട് കാർഡുകളാണിത്. ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് വളരെയധികം അവർക്കുണ്ട്. നിങ്ങളെ അവര് വളരെ ഒരു സ്പെഷ്യൽ ആയിട്ട് ആ ഒരു പേഴ്സൺ നിങ്ങളെ കാണുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു കിങ് ഓഫ് കപ്സും അതുപോലെ തന്നെ ദ എംപ്രസ് കാർഡും പറഞ്ഞു തരുന്നത്. ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷനിലായിരിക്കാം, എങ്കിൽ കൂടിയും ഈ ഒരു പേഴ്സൺ നിങ്ങളോട് വളരെയധികം സ്നേഹമുണ്ട്, ആഴത്തിലുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് തന്നെയാണ് ഈ ഒരു നൈറ്റ് ഓഫ് കപ്സും അതുപോലെ എംപ്രസ് കാർഡും വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റുക. വളരെയധികം ഒരു സ്നേഹത്തിന്റെ ഒരു ഫീലിങ്സ് അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വന്നിട്ടുള്ളത് കിങ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാൻസിന്റെ നൈറ്റ് ഓഫ് വാൻസിന്റെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പൊ രണ്ട് വാൻസ്, ഇതൊരു ഫയർ എനർജിയാണ്. രണ്ട് വാൻസിന്റെ കാർഡുകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളോട് വളരെയധികം ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിനുള്ളിൽ ഉണ്ടെങ്കിലും അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. വളരെയധികം പാഷനേറ്റ് ആണ് ഈ ഒരു പേഴ്സൺ. ആ ഒരു ഫയറായിട്ട് ആ ഒരു സ്നേഹം നിങ്ങളോട് ഉള്ളിന്റെ ഉള്ളിലുണ്ട്. പക്ഷെ ഈ ഒരു സെപ്പറേഷൻ ടൈമിലും അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളോട് ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നതെങ്കിലും അത് ഒരു ഉള്ളിന്റെ ഉള്ളിൽ തന്നെ അവര് സപ്രസ് ചെയ്ത് കളയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പാഷനേറ്റ് ആയിട്ടുള്ള സ്നേഹമാണ് നിങ്ങളോട് ഉള്ളതെങ്കിലും അതിന് എപ്പോഴും സ്ഥിരത കുറവാണ്. അവര് നല്ല രീതിയിലൊരു സ്നേഹമൊക്കെ തോന്നും നിങ്ങളുടെ അടുത്ത്, എന്നിട്ട് പിന്നെ അവർ ചിന്തിക്കും ഓക്കെ അത് വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ആ ഒരു ഹേർട്ടുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ. പക്ഷെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളോട് നല്ല രീതിയിൽ ആ ഒരു പേഴ്സണൽ സ്നേഹമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. വളരെ ഡീപ്പായിട്ടുള്ള പാഷനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹത്തോട് തന്നെയാണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതും അവര്. അത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ ടു ഓഫ് വാൻസിന്റെ ഒരു കാർഡ്, ഇതും ഒരു ഫയർ എനർജിയാണ്. ടു ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ പേജ് ഓഫ് സോൾസിന്റെ ഒരു എനർജിയും വന്നിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ട് കാർഡുകൾ പറയുന്നത് അവരിപ്പോൾ വളരെയധികം ഒബ്സർവ് ചെയ്യുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എങ്ങോട്ട് പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് എന്നൊക്കെ ഇവർ ഒബ്സർവ് ചെയ്യുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എടുത്തിട്ട് അവർ അതിനെ ഒബ്സർവ് ചെയ്തിട്ട് അതിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുന്നു. പിന്നെ ഫ്യൂച്ചറിനെ കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ട്. ഒരു ക്ലിയർ ഡിസിഷൻ എടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അങ്ങനെ ഒബ്സർവ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇനി എന്ത് ചെയ്യണം ഫ്യൂച്ചറിൽ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ആക്ഷൻ എടുക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു കാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ഉണ്ട്, ഈ നയൻ ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് നിങ്ങളുടെ ഒരു ഏറ്റവും ബിഗ്ഗസ്റ്റ് സ്ട്രെങ്തിലൂടെയാണ്. അല്ലെങ്കിൽ ലൈഫിൽ നമ്മൾ പറയില്ല ഇങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും പിടിച്ചു നിൽക്കില്ല കേട്ടോ എന്ന് നമ്മൾ പറയുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന സ്ഥാനത്ത് അതിലും വലിയ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ സംഭവങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നു, വലിയ വേദനകൾ കടന്നു വന്നപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിരുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇനി ഫ്യൂച്ചർ എനർജി നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മജീഷ്യൻ കാർഡ് വന്നിട്ടുണ്ട്. അതുപോലെ മാസ്റ്റർ കാർഡ് നോക്കുകയാണെങ്കിൽ 7 ഓഫ് പെന്റക്കിൾസ് ആണ്. അപ്പൊ ഈ ഒരു ബന്ധം വർക്ക് ആകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ പേഷ്യൻസും എഫേർട്ടും കമ്മ്യൂണിക്കേഷൻ, ഈ 3 കാര്യങ്ങൾ ഇതിന് അത്യാവശ്യമാണ്. അപ്പോൾ വളരെ ക്ഷമയോടെ നിങ്ങൾ കാത്തിരിക്കണം. ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒത്തിരി എഫേർട്ടുകൾ ഇടേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇത് 3 ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധം വർക്ക് ആകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാകുന്നത്. അപ്പം ജീവിതകാലം മുഴുവൻ അവർ കൂടെ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യെസ് എന്നുള്ളൊരു ആൻസർ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷെ ചാൻസസ് ഉണ്ട് എന്നാണ് പറയാൻ പറ്റുന്നത്. സ്നേഹമുണ്ട്, പക്ഷെ ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയും കമ്മിറ്റ്മെന്റും ഒരു ഇങ്ങനെ ചാഞ്ചാടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതൊരു സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. ഇവരും എഫേർട്ട് ഇടുകയാണെങ്കിൽ മാത്രമേ ഒരു ലോങ് ടൈം കമ്മിറ്റ്മെന്റിലേക്ക് പോകാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രം ഒരു സ്നേഹം ഉണ്ടായതുകൊണ്ട് മാത്രം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. അതുപോലെ മൂൺ കാർഡൊക്കെ വന്നിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്ന എനർജീസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു മൂൺ കാർഡ്, അതുപോലെ 8 ഓഫ് സോൾസിന്റെ ഒരു കാർഡ്, ഇതൊക്കെ ഓവർ തിങ്കിങ് കുറയ്ക്കുക എന്ന യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ സെൽഫ് റെസ്പെക്ട്
മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് നയൻ ഓഫ് പെന്റക്കിൾസ്. അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതുപോലെ വാക്കുകളിലല്ല, ആക്ഷനാണ് നോക്കേണ്ടത്. ഇപ്പോൾ വാക്കുകളിൽ അവർ പലപ്പോഴും പറയുന്നുണ്ടാകാം, ഞാൻ അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര സ്നേഹമുണ്ട്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാകാം. പക്ഷെ അവരുടെ വാക്കുകളിലല്ല വിശ്വസിക്കേണ്ടത്, ആക്ഷൻസ്, അവരുടെ പ്രവൃത്തികൾ നോക്കിയിട്ട് കാര്യങ്ങൾ ഡിസിഷൻസ് നിങ്ങൾ എടുക്കുക നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഈ ഒരു ബന്ധം ഒരു ഡെസ്റ്റിനി, ഒരു വിധി മാത്രമല്ല, നിങ്ങളും അവരും എടുക്കുന്ന ഒരു തീരുമാനങ്ങൾ അനുസരിച്ചായിരിക്കും ഇതിന്റെ ഒരു ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യുക എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഫ്യൂച്ചറിൽ ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ഒത്തിരി വൈകി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഒത്തിരി നിങ്ങൾ രണ്ടുപേര് സെപ്പറേഷനിലേക്ക് പോയി മാനസികമായിട്ട് ഒത്തിരി അകന്നു പോയി ഒത്തിരി താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ തന്നെ അവർക്ക് ഒരു ഒരു കമ്മിറ്റ്മെന്റ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഇപ്പോൾ ഈ ഒരു സമയത്തുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ കൺഫ്യൂസ്ഡ് സ്റ്റേജിലൂടെ കടന്നു പോകുന്നു, ഒരു ഇൻമെച്യൂരിറ്റി കാണിക്കുന്നു. ഇതൊക്കെ കാരണം കുറച്ച് ഡിലേ ഉണ്ടാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായിരിക്കാം അവർ നിങ്ങളിലേക്ക് ഒരു ഫ്യൂച്ചറിൽ ഒരു ആക്ഷൻ എടുത്ത് വരാത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു കമ്മിറ്റ്മെന്റ് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഇതൊരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനിയിലുള്ള റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. കുറച്ച് പേഷ്യൻസ് ആവശ്യമാണ്. അതായത് കുറച്ച് മന്ത്സ് കൂടി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും അവരെ ഫോഴ്സ് ചെയ്യരുത്. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി തരാനോ അല്ല അതിനൊന്നും വേണ്ടിയിട്ട് അവരെ ഫോഴ്സ് ചെയ്യരുത്. നിങ്ങളുടെ വാല്യൂ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് കാണരുത് എന്നുള്ളത് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്നുണ്ട്. അവരെ ആക്ഷൻ എടുത്ത് മുന്നോട്ട് വന്ന് അത് പ്രൂവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അവരെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം അവരുടെ ഒപ്പം നിങ്ങളൊരു ഡിസിഷൻ എടുത്ത് പോകാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അവരൊക്കെ നിങ്ങളെ ശരിക്കും നഷ്ടപ്പെടും എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവർ സീരിയസ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കാനുള്ള സാധ്യത നമ്മളിവിടെ കാണുന്നുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് അവർക്ക് നല്ല ബോധ്യമായതിനു ശേഷം മാത്രമേ അവരൊരു ആക്ഷൻ എടുക്കൂ എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഫോഴ്സ് ചെയ്ത് അവരെ ചേസ് ചെയ്ത് അതിന് പുറകെ പോകാതെ നിങ്ങൾ നിങ്ങളുടേതായ ഒരു സെൽഫ് റെസ്പെക്ട് ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് യൂണിവേഴ്സിലൂടെ പറഞ്ഞു തരുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുമ്പോൾ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയുമോ, ജീവിതകാലം മൊത്തം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇടയ്ക്ക് എവിടെയെങ്കിലും നഷ്ടപ്പെടുത്തി കളയുമോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മൂൺ കാർഡ്, എയ്റ്റ് ഓഫ് സോൾസ് നമുക്ക് പറഞ്ഞു തരുന്നത് അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിലെ കൺഫ്യൂഷൻസ്, ഫിയർ, ഇൻസെക്യൂരിറ്റി ഒക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടെങ്കിലും അത് തുറന്നു കാണിക്കാനായിട്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അത് അവരവിടെ ഈഗോ ഹേർട്ട് ആവുന്ന പോലെ, അവരെ താന്നു പോകുന്ന പോലെയൊക്കെ അവർക്ക് അങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് അവരത് കാണിക്കുന്നില്ല. പക്ഷെ ഫീലിങ്സുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എംപ്രസ് കാർഡും നൈറ്റ് ഓഫ് കപ്സും പറഞ്ഞു തരുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ലോസ് ചെയ്യാനായിട്ട് അവർ ഒട്ടും ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ്. ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ശരിക്കും ഒരു റിസ്ക് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ 5 ഓഫ് സോൾസും ടവർ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈഗോ ഉണ്ട്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങൾ വന്നിട്ടുണ്ട്, ഫൈറ്റ്സുകൾ ഉണ്ട്. ഇതൊക്കെ കാരണം അവര് തന്നെ അറിയാതെ അൺനോയിങ്ലി നിങ്ങളെ നഷ്ടപ്പെടുത്താനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. അത് അവർക്ക് നഷ്ടപ്പെടുത്തണമെന്ന് ഉള്ളിനുള്ളിൽ ഇല്ല എങ്കിൽ പോലും കുറെ ഈഗോയും മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഫൈറ്റുകളൊക്കെ കടന്നു വരുമ്പോൾ അത് തനിയെ മാനസികമായിട്ട് അകന്നു പോകാനുള്ളൊരു ഇട അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവര് അറിയാതെ തന്നെ നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തി കളയാനുള്ള ഒരു ചാൻസസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഫീലിങ്സ് വളരെയധികം സ്ട്രോങ് ആണെങ്കിലും ആക്ഷൻ എടുക്കുന്നത് തെറ്റാകുന്നത് മൂലം അതിന്റെ ഒരു പ്രതിഫലനം എന്ന പോലെ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോകാനുള്ള ചാൻസസ് കാണുന്നുണ്ട്. അപ്പം അവിടെ ഒരു നഷ്ടപ്പെടാനുള്ള വലിയ ചാൻസസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അവരെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വശത്ത് സത്യമാണെങ്കിൽ കൂടിയും മറുവശത്ത് അവര് എടുക്കുന്ന ആക്ഷൻസ് മൂലം നിങ്ങൾക്ക് വിഷമങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകാനുള്ള ഇട വരുമ്പോൾ നിങ്ങൾ തനിയെ അതിൽ നിന്ന് അകന്നു പോകാനുള്ള ചാൻസസ് വരുന്നുണ്ട്. പക്ഷെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളതാണ്. അവർക്ക് അങ്ങനെ ശരിയായ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നഷ്ടമായി പോകാനുള്ള ചാൻസസ് ഉണ്ടാകും എന്നുള്ളതാണ്. അവർ തന്നെ നിങ്ങളെ ലൂസ് ചെയ്യാനായിട്ട് ഇടയാക്കുന്ന സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അത് അവർ അറിഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലും ആയിരിക്കില്ല. അപ്പം പിന്നെ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണും അതിനുശേഷം ആ ഒരു പ്രവൃത്തിക്കൊക്കെ ശേഷം വരുന്ന സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതൊരു എങ്ങനെ പറഞ്ഞാലും കുറച്ചൊരു കൺഫ്യൂഷ്യസ് ആയിട്ടുള്ള സ്റ്റേജിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് കടന്നു പോകും എന്നുള്ളതാണ്. എസ്പെഷ്യലി അവരുടെ ഭാഗത്തു നിന്ന് അവർ അറിയാതെ തന്നെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയി പോകാൻ അല്ലെങ്കിൽ മാനസികമായിട്ട് കൂടി അകന്നു പോകാനുള്ള പ്രവൃത്തികൾ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.
പക്ഷെ ഇതൊക്കെ തരണം ചെയ്ത് നല്ല ക്ഷമയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പ് ഒരു സക്സസ്സിലേക്ക് എത്തുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്യുമ്പോൾ അവർ നിങ്ങൾക്കൊരു വാല്യൂ തരത്തില്ല. അപ്പോൾ വീണ്ടും അവിടെ ഡിസ്റ്റൻസ് വരാനാണ് ചാൻസ്. അപ്പം നിങ്ങളൊരു ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ അവരെ തന്നെ ഒന്ന് വിലയിരുത്താനായിട്ട് തുടങ്ങും. അവരൊന്ന് റിയലൈസ് ചെയ്യും എന്താണ് സത്യം എന്നുള്ളത്. അപ്പം ആ ഒരു സെൽഫ് റെസ്പെക്ട് വിട്ട് ഒരു കളിക്കും നിൽക്കരുത് എന്നുള്ളതാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞു തരുന്ന ഗൈഡൻസ്. അപ്പം ഇവിടെ ശരിക്കും അവര് നിങ്ങളെ നഷ്ടപ്പെടുത്തുവാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവരുടെ ആ ഒരു ബിഹേവിയർ അവർ മാറ്റിയില്ലെങ്കിൽ നിങ്ങളെ അവരറിയാതെ തന്നെ നിങ്ങളെ അവർ നഷ്ടപ്പെടുത്തും എന്നുള്ള ഒരു കാര്യവുമാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു പേഴ്സൺസിന് നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ ഒരു റീഡിങ് കണ്ടിട്ടുള്ളത് ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ വളരെയധികം ഇഷ്ടമാണ്, വളരെയധികം ഒരു സ്പെഷ്യലായിട്ട് തന്നെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ആ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ചില ആക്ഷൻസ് നിങ്ങളെ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ ഒന്ന് ക്ഷമയോടെ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പ് സക്സസ്സിലേക്ക് എത്തും എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ ആളുകൾക്കും അങ്ങനെ നിൽക്കാനായിട്ട് പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻസ് ആണ് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് വരാനായിട്ട് ഇരിക്കുന്നത് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അത് അവരറിയാതെ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളൊരു കാര്യവും കൂടി നിങ്ങൾ ഓർക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ സോൾ മെസ്സേജസ് ആണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് മെസ്സേജ് കിട്ടുന്നത് യു ആർ ദ ലൈറ്റ് ദാറ്റ് ബ്രൈറ്റൻ മൈ ഡാർക്കസ്റ്റ് ഡേയ്സ്. ഓക്കെ, അവരുടെ ലൈഫിൽ ഭയങ്കര കറുത്ത ദിവസങ്ങളൊക്കെ വന്ന് ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങളാണ് അവർക്ക് ലൈറ്റ് ആയിട്ട് അവരുടെ ലൈഫിലേക്ക് കടന്നു എന്ന് അവരെ കൂടുതൽ ബ്രൈറ്റൻ ആക്കിയ ഒരാൾ നിങ്ങളാണ് എന്നുള്ളൊരു കാര്യം അവർ നിങ്ങളോട് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അവർ ഒത്തിരി വിഷമിച്ചിരുന്ന സമയങ്ങളിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളും അവരും ഒരേപോലെ വിഷമിച്ചിരുന്ന സമയങ്ങളിലായിരിക്കാം ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വന്നിട്ടുണ്ടാവുക എന്ന് വിചാരിക്കുന്നു. ഐ കനോട്ട് സ്ലീപ് ബിക്കോസ് ഓഫ് ദിസ് സെപ്പറേഷൻ, ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ് മീ. ഓക്കെ, ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ഉറക്കമില്ലാതെ ആക്കിയിരിക്കുന്നു എന്നുള്ളതാണ് അവരിവിടെ പറയുന്നത്. അവർ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം അവർ ഇവിടെ പ്രതീക്ഷിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ അവരെ മനസ്സിലാക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഗീവ് മീ അനദർ ചാൻസ്. ഓക്കെ, മറ്റൊരു ചാൻസ് കൂടി അവർക്ക് കൊടുക്കണം എന്ന് അവർ ഈ ഒരു സമയത്ത് നിങ്ങളോട് ചോദിക്കുകയാണ്. അവർക്കൊരു ചാൻസ് കൂടി കൊടുക്കാനായിട്ട് അവർ ചോദിക്കുകയാണ് നിങ്ങളോട്. ഐ അപ്പോളജൈസ് ഫോർ വാട്ട് എവർ റോങ് ഐ ഡിഡ് ഫോർ യു. ഓക്കെ, ഈ ഒരു സമയത്ത് അവർ നിങ്ങളുടെ അടുത്ത് ക്ഷമ ചോദിക്കുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് റോങ് ആയിട്ട് ഞാൻ നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതിനെല്ലാം ഞാനിവിടെ ക്ഷമ ചോദിക്കുന്നു എന്ന് അവർ പറയുന്നുണ്ട്. ഐ വാണ്ട് യു ഫോർ എവർ. ഓക്കെ, ജീവിതകാലം മുഴുവനും നിങ്ങളെ അവർക്ക് വേണമെന്നാണ് അവരോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് തന്നെയായിരുന്നല്ലോ നമ്മുടെ ഒരു ക്വസ്റ്റ്യനും, ജീവിതകാലം മുഴുവനും ഈ ഒരു പേഴ്സൺ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. അത് നമുക്കിവിടെ സോൾ മെസ്സേജസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ജീവിതകാലം മുഴുവനും അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതാണ് അവർ പറയുന്നത്. എവറി മൊമെന്റ് സ്പെൻഡ് വിത്ത് യു ഈസ് പ്രീഷ്യസ് ഫോർ മീ. ഓരോ നിമിഷവും നിങ്ങളോടൊപ്പം ചിലവഴിച്ച ഓരോ നിമിഷവും വളരെ പ്രീഷ്യസ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് എന്നുള്ളതാണ്. യു ഹാവ് മെയ്ഡ് മീ ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദ എർത്ത്. നീയാണ് എന്നെ ഈ ഒരു ഭൂമിയിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് മാറ്റിയത് നീയാണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. ഓക്കെ, there was a time when I was suffering alone, but then you came and rescued me from the darkness. Okay, എനിക്ക് എൻ്റെ ലൈഫിൽ അത് തന്നെയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഒരു കാർഡും സോൾ മെസ്സേജും. ഓക്കെ, എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഡാർക്ക്നെസ് ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഞാൻ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നീ വന്ന് എന്നെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയി എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്ര സോൾ മെസ്സേജസ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് കുറച്ച് ക്ലോസും കൂടെ എടുത്ത് നോക്കാം. Close related to this reading. Okay, first clue number 26, number 21, riding, കൊല്ലം ജില്ല, ലോയർ എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. സോഷ്യൽ വർക്കർ, എക്സ്പെക്ട് മിറാക്കിൾസ്, നിങ്ങൾക്ക് ഒരു അത്ഭുതം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ലെറ്റർ ജി, 1981, number 36, white color, 1979, 1996, number 29, 1975, number 22,
Cricket, number 37. 1988. April month. 1995. July month. Letter J. Long nail. Nail polish. Wayanad Jilla. 1986. Number 35. Number 48. Chocolate lover. ഗ്രീൻ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. 1991. ഡാൻസ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. സെപ്റ്റംബർ മന്ത്. നമ്പർ 23. 1997. സപ്പോർട്ടീവ്. സിംഗിങ്. ലെറ്റർ എ. നമ്പർ 53. നമ്പർ 24. നമ്പർ 54. എറണാകുളം ജില്ല. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക.